നമസ്കാരം. ഹൈ പെർഫോമർ എങ്ങനെയാകാമെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുകയാണ്. ഹൈ പെർഫോമൻസ് നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടല്ലോ. എങ്ങനെ ഹൈ പെർഫോമർ ആകാമെന്നുള്ള വിഷയത്തിൽ നമ്മൾ ആദ്യം സംസാരിച്ച വിഷയം സീക്കിംഗ് ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന വിഷയത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് റേസിംഗ് നെസസിറ്റി. എത്രമാത്രം അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ രണ്ട് ഫോഴ്സസിനെ കുറിച്ച് പറഞ്ഞു, എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ഇൻറ്റേർണൽ ഫോഴ്സസ്. 5 ഫോഴ്സസ് ഓഫ് നെസസിറ്റി എന്നാണ് പറയുന്നത്. അതിനകത്ത് എക്സ്റ്റേണലും ഇൻറ്റേർണലും. ഇൻറ്റേർണൽ ഫോഴ്സസിൽ ആദ്യം പറഞ്ഞത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ്, റേസിംഗ് യു സ്റ്റാൻഡേർഡ്സ്, അതാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഒബ്സഷൻ വിത്ത് എ ടോപ്പിക് ഓർ മാസ്റ്ററിങ് എ ടോപ്പിക്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള അതിനോടുള്ള വലിയ താല്പര്യം അല്ലെങ്കിൽ ആ വിഷയത്തിൽ മാസ്റ്റർ ആകാനുള്ള ഒരു ആഗ്രഹം, ഒബ്സഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു ഇൻറ്റേർണൽ ഫോഴ്സാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫോഴ്സാണ്. ഒരു ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരും അതിനെ വ്യക്തമായി മനസ്സിലാക്കുന്നവരും ആ വിഷയത്തോട് ഒരു ശക്തമായ ഒബ്സഷൻ ഉള്ള ആളുകളുമായിരിക്കും. ആ വിഷയം മാസ്റ്റർ ചെയ്യണമെന്ന് അവർക്ക് ഒരു ശക്തമായ ആഗ്രഹമുണ്ടാകും. ഞാനത് പോസ് ചെയ്യുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏത് മേഖലയിലാണ് മാസ്റ്റർ ആയിട്ടുള്ളത്? നിങ്ങൾ ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത്? നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ്? ഒരു എഴുത്തുകാരനായിട്ടാണോ? അതോ ഒരു പ്രത്യേക മേഖലയിലെ ട്രെയിനറായിട്ടാണോ? അതോ ഒരു IT-യിലെ പ്രത്യേക ടെക്നോളജിയിൽ എക്സ്പേർട്ടായിട്ടാണോ? നിങ്ങൾ ഏത് സിഗ്നേച്ചറിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ പ്രിൻസിപ്പിൾസൊക്കെയാണ് 10,000 മണിക്കൂർ ഒരു കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാസ്റ്റർ ആക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഈ വിഷയത്തെ നമ്മൾ 10,000 മണിക്കൂർ എന്നുള്ള ആശയത്തെ കാണുമ്പോഴും നമ്മൾ കാണുന്നത് ഫോക്കസാണ്. ഒരു വ്യക്തമായ ആ കാര്യത്തിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ ഹൈ പെർഫോമർ ആയിട്ടുള്ള എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ്. ആ വിഷയത്തിൽ മാസ്റ്റർ ആകാനായി അവർ ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പല ബുക്കുകൾ റിവ്യൂ ചെയ്ത് പറഞ്ഞ കാര്യമാണ്, ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകളുടെ ഹാബിറ്റാണ് ദിവസവും ഒരു 30 മിനിറ്റ് അവരിഷ്ടപ്പെടുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മാസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ വായിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതാണ് ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റായി പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ആകാനായിട്ട് സാധിക്കുന്നത്. അവർ ആ വിഷയത്തിൽ വളരെയധികം ക്യൂരിയസ് ആണ്, കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ അറിയുവാൻ. ദേ ഫൈൻഡ് ഇറ്റ് ആസ് എൻ എൻജോയബിൾ എക്സസൈസ് എന്ന് പറയും. ആ കാര്യം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ അതിനകത്ത് ഡിഫിക്കൽട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ദേ ആർ എൻജോയിങ് ദ ടാസ്ക്. അത്രമാത്രം ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ആ വിഷയത്തിലുള്ളത്. ഒരു കാര്യം കൂടി പറയാം, പ്രത്യേകിച്ച് എക്സ്റ്റേണലായിട്ട് ആരും പറയണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. അവർ സ്വന്തമായി ചെയ്യുകയാണ്. കാരണം അവർക്ക് ആ വിഷയത്തിൽ അത്രമാത്രം ആഗ്രഹമുണ്ട്, ഒബ്സഷനുണ്ട്. അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കറിയാം ഇത് നേടിയെടുക്കണം, ഇത് ഉറപ്പായും മാസ്റ്റർ ചെയ്യണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ആ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് അവരെ നയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ്. അത് കണ്ടെത്തുകയും അതിൽ മാസ്റ്റർ ചെയ്യാനുമായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ആളുകൾ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റെക്ലെസ് എന്നും റിസ്കി എന്നും മാഡ് എന്നും എല്ലാം പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെയായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെയധികം ഒബ്സസീവ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ച് വട്ടാണെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ പറ്റിയെന്നോ എല്ലാം ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അവർ നോർമൽ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ തന്നെയും അവർ ആ വിഷയത്തിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് അത്രമാത്രം ഒബ്സസീവായി, ഇൻട്രസ്റ്റിംഗ് ആയി, ഫോക്കസ്ഡായി ലോങ് ടേമിൽ അവർ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ പ്രൈമറി ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക. അതിൽ മാസ്റ്റർ ചെയ്യുക, ലോങ് ടേമായി ഫോക്കസ്ഡായി മുന്നോട്ട് പോവുക. ഉറപ്പാക്കുക നിങ്ങളുടെ പ്രൈമറി ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അത് മനസ്സിലാക്കുവാനും അത് മാസ്റ്റർ ചെയ്യുവാനും നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒബ്സഷൻ ഉണ്ടാകണം. ആരും നിർബന്ധിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒബ്സഷൻ ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ നേരത്തെ പല ബുക്കുകളൊക്കെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡേവിഡ് ഗോജിൻസിൻ്റെ ബുക്ക് ഞാൻ പറഞ്ഞിരുന്നു, കനോട്ട് ഹാർട്ട് മീ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ അദ്ദേഹം ഒരു അൾട്രാ എൻഡ്യൂറൻസ് അത്ലറ്റായി മാറുകയാണ്. അദ്ദേഹത്തിന് ആ അത്ലറ്റിക്സിൽ
അതിശക്തമായ പാഷനാണുള്ളത്. വളരെ ഒബ്സസീവാണ് അദ്ദേഹം. അതങ്ങനെ ആകണമെന്ന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ആ ഫീൽഡിൽ മാസ്റ്ററായി മാറുകയാണ്. ഇന്ന് വിജയിച്ച എല്ലാ ആളുകളും എടുത്തു നോക്കൂ, ഫേമസ് ആളുകളെല്ലാം എടുത്തു നോക്കൂ, ആരും വെറുതെ ഫേമസ് ആകുന്നില്ല. ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റ് ആയിരിക്കാം, ടെക്നോക്രാറ്റ് ആയിരിക്കാം. ഏതെങ്കിലും പ്രത്യേക മേഖലയിലാണ് അവർ എപ്പോഴും അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് ഹൈ പെർഫോമർ ആകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കോഴ്സ് മാറ്റം വരുത്തട്ടെ. ഈ കാര്യങ്ങൾ വ്യക്തമായി എഴുതുകയും അതിലൂടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.